ഗംഗാവലിപ്പുഴയിൽ ഇന്ന് തെരച്ചിലില്ലെങ്കിലും ഈശ്വർ മൽപയ്ക്ക് വിശ്രമമില്ല. കാർവാറിൽ പാലം തകർന്ന് പുഴയിലേക്ക് വീണ ലോറി പുറത്തെടുക്കാനുള്ള ദൌത്യത്തിലാണ് ഇപ്പോൾ ഈശ്വർ മൽപൈ. ഗംഗാവലിപ്പുഴയിൽ ഇന്ന് തിരച്ചിലില്ല. അതേസമയം ഈശ്വർ മൽപയ്ക്ക് ഇന്നും വിശ്രമമില്ല. അദ്ദേഹം മറ്റൊരു ദൗത്യവുമായി ഇന്ന് പോകുന്നുണ്ട്. മൽപൈ ഇന്ന് തെരച്ചിലില്ലല്ലോ, എന്താണ് ഇന്ന് സ്വാതന്ത്ര്യ ദിനാചരണ 78-ന്റെ അതിനെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. DC നമ്മ അവിടെ അതിനെ ഞങ്ങൾ ഇന്ന് വെള്ളത്തിൽ ഇറങ്ങില്ല. നാളെ കാലം ഒരു 9 മണിക്ക് ഞങ്ങളിപ്പോൾ നമ്മളെ ഡയറായിട്ട് നമ്മളെ ടീമായിട്ട് കീഴെ ഇറങ്ങും. കീഴെ ഇറങ്ങിയിട്ട് നിന്നിലെ ഒരു സ്പോട്ട് കണ്ട് ജാക്ക് കിട്ടിയ സ്ഥലത്തിൽ നമുക്കൊരു കയറ് കിട്ടി. ആ കയറിൽ നമുക്ക് അതിലടിയിലെ വണ്ടി നിന്ന് ഞങ്ങൾ ആ വണ്ടീനെ മുതലാളിക്ക് കാണിച്ചു കൊടുത്തു. അവർക്ക് അതേ കയറൊന്ന് കാണിച്ചു കൊടുത്തു. വണ്ടി പിന്നെ ജാക്ക് അവരുടെ പിന്നെ ഇത് ആ കയറും അവരുടെ അതിനടിയിലെ വണ്ടി ഇരിക്കുന്ന ആ മണ്ണെടുത്താൽ കണ്ടിപ്പാக കാണും. അതിൽ നമ്മൾ 3 ആൾ കണ്ടിട്ടുണ്ട്. അതിനിപ്പോൾ ഞങ്ങൾ നാളെ കാലിലെ ഫസ്റ്റ് പോയിട്ട് അതിനെ എടുക്കാൻ നോക്കും. ഏതായാലും മൽപയ്ക്ക് ഇന്ന് വിശ്രമമില്ലല്ലോ, മറ്റൊരു ദൗത്യമായി പോകുന്നുള്ളൂ. അതെവിടെയാണ്? അതിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ കാർവാർ ഒരു വലിയ ബ്രിഡ്ജ് കട്ടായിട്ടുണ്ട്. അതിന് കീഴെ ഒരു തമിഴ്നാടിൻ്റെ ഒരു ലോറി അടിയിലുണ്ട്. ആ ലോറി എടുക്കാനായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ടീം അവിടെ പോകും. മൽപ്പ ടീം ഏതായാലും ഈ സംഘത്തിൽ മലയാളികളും ഉണ്ട്. നമുക്ക് അവരോടും കൂടി ചോദിക്കാം, എങ്ങനെയാണ് ഈ ദൗത്യം ഇപ്പോൾ കാണുന്നത്? ഇത് ഇപ്പോൾ ഉള്ളതിൽ എടുത്തതിൽ ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ മൽപ ഈശ്വരനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് അത്രയും കല്ലുകളുടെ ഇടയിൽ നിന്ന് ഈ ബോഡി ആയാലും ഇപ്പോൾ എല്ലാവരും പറഞ്ഞ ജീവനോടെ കിട്ടണമെന്നാണ് അർജുൻ മാത്രമല്ല ബാക്കി 2 പേരുടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഏത് കണ്ടീഷനായാലും നമുക്ക് യാതൊരു ഒരു ഡാമേജും കൂടാണ്ട് നമുക്ക് എടുക്കാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കണേ. ഈ വണ്ടിയിലേക്ക് എത്രയെങ്കിൽ തന്നെ അത് എത്ര അടിയിൽ കിടക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് വന്ന് മൊത്തം നമ്മൾ അത് ഡാമേജ് ഇല്ലാണ്ട് തിരഞ്ഞ് അതിൻ്റെ വണ്ടി കിട്ടുന്ന ലെവൽ വരെ നമുക്ക് തിരഞ്ഞാലേ അത് എത്ര അടി കിടക്കണമെന്ന് അറിയാം. ഏകദേശം നമുക്ക് വണ്ടി ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. വണ്ടിയുടെ കാര്യം വണ്ടിയല്ല നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. വണ്ടിയിലേക്ക് അവൻ കെട്ടിവെച്ച തടിയുടെ റോപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ലോഡി ചെയ്ത ആ തടിയുടെ റോപ്പ് അഴിഞ്ഞു പോയിട്ട് അത് വന്നാണ് കിട്ടുന്നത്. അത് എത്തുന്നത് ഈ ലോറിയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്ത് നമ്മൾ ഡ്രഡ്ജ് ചെയ്ത് പോയെങ്കിലേ ഈ ലോറിയിലേക്ക് എത്തുള്ളൂ. ആ ലോറിയിലേക്ക് എത്താനുള്ള നടപടികളാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. ഒരു മലയാളി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ മൽപയുടെ കൂടെ എത്ര നാളായി നിങ്ങൾ? ഞങ്ങൾ ഏകദേശം ഒരു 5-6 വർഷമായി. ഞങ്ങൾ ഒരുമിച്ച് 5-6 വർഷമായിട്ട് പല വർക്കുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഇപ്പോഴത്തെ ഒരു ദൗത്യം നമ്മൾ ഒരുപാട് ഇതുപോലെ രക്ഷാപ്രവർത്തനത്തൊക്കെ പോയതല്ലേ, ഈ ദൗത്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ ദൗത്യത്തെ കുറച്ച് ടഫാണ്. കാരണം നമ്മൾ എന്താ പറയുക ഡൈവ് ചെയ്ത് വെച്ച് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളേ ഉള്ളൂ. ഇന്നലെ വന്നപ്പോഴാണ് നമ്മൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നും എന്താണ് ആ വെള്ളത്തിനടിയിലുള്ളതെന്നും ഇന്നലെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇപ്പോൾ കൂടുതലും ഡൈവ് ചെയ്തപ്പോൾ പാറക്കല്ലുകളാണ് നമുക്കൊരു പ്രശ്നമായിട്ട്. നമുക്ക് നല്ലൊരു ചെറിയ കല്ലുകളൊക്കെ നമുക്ക് കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വലിയ പാറക്കല്ലുകൾ നമുക്ക് ബൈ ഹാൻഡ് വെച്ച് മാറ്റാൻ പറ്റാത്ത പാറക്കല്ലുകളാണ് കിടക്കുന്നത്. അതും എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്ത് അതിൻ്റെ അടിയിൽ നിന്ന് ചെളിയല്ല, ഒരു കുറച്ച് ഹാർഡായിട്ടുള്ള ചെളി കുറവാണ്, കുറച്ച് ഹാർഡായിട്ടുള്ള മഡാണ് ഇപ്പോൾ ഉള്ളത് കറണ്ട്ലി. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്താൽ നമുക്ക് താഴെ എന്താണെന്ന് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നാളെയാണ് ഈ ദൗത്യം വീണ്ടും ആരംഭിക്കുക. അതിനായുള്ള എല്ലാ ഒരുക്കത്തിലുമാണ് മൽപയും സംഘവും. ശിരൂരിൽ നിന്നും ക്യാമറമാൻ സുമേഷ് മുറാഡെക്കൊപ്പം KB ബൈജു. ഇപ്പോൾ